ഇത്രയും നാള് നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ. കാരണം സിനിമയിലേക്കുള്ള കടന്നുവരവ് ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, കുറേ പേരോട് പരിചയം ഉണ്ടെങ്കിൽ കൂടി അത് എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്ന സ്ട്രഗിളാണത്. കലയ്ക്ക് വേണ്ടി ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടാവും. ഇപ്പോൾ കാസർഗോഡൊക്കെ ബസ്സിലൊക്കെ കയറി പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് 10 പൈസ കയ്യിൽ ബസ് കാശ് മാത്രമായിട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് പരിപാടി കിട്ടിയിട്ട് വേണം. കാരണം വീട്ടിൽ പറഞ്ഞേക്കണ ഭയങ്കര ലക്ഷറി ജീവിതം എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. വീട്ടിൽ മര്യാദക്ക് നിന്ന് പഠിച്ചു പോകണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടുണ്ട്, ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കിട്ടിയതുപോലെ. കാരണം പുറത്ത് നിന്നാണ് സിനിമാക്കാരെയൊക്കെ കണ്ടിട്ടുള്ളത്. ലാലേട്ടൻ ഞാൻ കളസൂട്ട് കിടക്കുമ്പോൾ എൻ്റെ സ്കൂൾ സെയിൻറ്റ് ആൽബർട്ട്സിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നീട് ആഗ്രഹിച്ച് സിനിമയിലെത്തുകയും പിന്നീട് അമ്മ എന്ന് പറഞ്ഞ സംഘടനയില്ലേ, 500 പേരിൽ 17 പേരിൽ ഒരാളായി മാറുകയും ഇത്ര അടുത്ത് ലാലേട്ടനായിട്ട് മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഞാൻ സംശയിക്കും ലാലേട്ടൻ തന്നെയാണ്. കാരണം ഇത് സ്ഫടികമൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല ഇനി അടുത്തൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന്. ഇതുപോലെ തന്നെ മമ്മൂക്കയാണ് എന്നെ സിനിമയിൽ ഒരു സ്പേസ് തന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിക്കുകയും പ്രാഞ്ചിയേട്ടനിൽ അഭിനയിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പെറ്റ് എന്ന് പറഞ്ഞ് ആവാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഇപ്പോഴും മെസ്സേജ് ഇട്ടാലും തിരിച്ച് മെസ്സേജ് ഇടുകയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്ന ആൾക്കാർ ആരെ ഇപ്പോൾ അജി മുത്താത്തി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ട്. അദ്ദേഹമാണ് ഇതാര് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നാണ് വിളിച്ച് പറയുന്നത് മഞ്ജു വാര്യർ കിട്ടുമോ? ഇവർ നിസ്സാരമായിട്ടാണ് പറയണത്. മഞ്ജു വാര്യരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന 1-2 പിന്നാലെ നടക്കണം. ഇത് നമ്മളൊറ്റ കോളിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ വിനീതിനെ ആർക്കും കിട്ടൂല കേട്ടോ, മലയാള സിനിമയിലുള്ളവർക്ക് പോലും കിട്ടൂല. അതും ഒരൊറ്റ കോളിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ അവിടം വരെ വളർന്നല്ലോ എന്നുള്ള ദൈവത്തിന് നന്ദി പറയുന്നത്. അപ്പോൾ എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീങ്ങുന്നത്. കാരണം ആഗ്രഹം ഞാൻ പറയാൻ അവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനല്ല, ഒരു സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നാണ് വരുന്നത് പരിപാടികൾ നടത്തിയിട്ട്. അവിടെ നിന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പൊന്നിയുടെ മുമ്പിൽ ഞാൻ ഇത്രയും സ്പേസ് കൈരളി എന്ന് പറഞ്ഞൊരു ചാനലിൽ അതിലൊക്കെ ചെറിയൊരു 1 മിനിറ്റ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുകളിൽ നിന്നുള്ള ഒരാളുടെ ബ്ലെസ്സിങ് തന്നെയാണ്. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ അധ്വാനവും അല്ലേ, കഷ്ടപ്പാടും എല്ലാം അതിൻ്റെ പിന്നിലുണ്ടല്ലേ ജിൻസ? 100%. അതാണ് ഞാനതിൽ ലാലേട്ടനിൽ നിന്ന് പഠിച്ചത്. ലാലേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം 6 മാസം ഉണ്ടായിരുന്നു ബിഗ് ബ്രദർ എന്ന സിനിമയിൽ. അതിൽ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ അതിൽ 100% ആയിരിക്കും പുള്ളി. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഡേറ്റ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമക്ക് 1 മാസം കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ 6 മാസം പുള്ളി അഭിനയിക്കേണ്ടി വന്നെന്ന്. സെയിം പേയ്മെൻറ്റിലാണ്. പുള്ളി അതൊന്നും ചിന്തിക്കില്ല. പിന്നെ പുള്ളി കാശ് കണ്ടിട്ട് തന്നെ നാൾ പറയുന്നുണ്ടാവും. കാരണം എല്ലാം ബാങ്കിൽ കൂടിയല്ലോ എന്നത്. വേറെ ആളുടെ ടിങ്കട് പുള്ളി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ശരീരത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാത്രം കുറച്ച് കാര്യങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം ഒന്നും അകത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അകത്തേക്ക് പോകുന്നത് ഭക്ഷണവും ഈ ഗുളികയും മാത്രമാണ്. ഇപ്പം മമ്മൂക്കയാണ് ലാലേട്ടനാണെങ്കിലും ഈ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് അടുത്ത 10 തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ കിട്ടുന്നതെല്ലാം ശരീരത്തിന് കിട്ടുന്ന സുഖമല്ല. അപ്പോൾ ശരിക്കും 100% നമ്മൾ ഈ വരുന്ന കാശ് പിന്നാലെ വന്നോളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നാലെയാണ് വന്നിട്ടുള്ളത്. കാശ് വേണമെന്നും പറഞ്ഞല്ല ഞാൻ പോയിട്ടുള്ളത്. മമ്മൂക്കയുടെ പെറ്റായി എന്ന് പറഞ്ഞല്ലോ, അതിനൊരു പ്രത്യേക കാരണം മമ്മൂക്കയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടല്ലേ? മമ്മൂക്കയുടെ ഫൈറ്റ് സീൻ വരുമ്പം എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പറയാണ്ടിരുന്നത്. ഇവിടെ ട്രോള് ആൾക്കാർ അതെന്താണ് കുറച്ച് വിഭാഗം. ഇനിയൊരു ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞത്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയും. കുറച്ച് വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരാൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു കലാരം വേദനിക്കണം, അവർ ഓവർ പെയ്ഡാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു കാലത്ത് എഴുന്നേറ്റിട്ട് അവരെ കുത്തുക, മനസ്സ് വേദനിപ്പിക്കുക. അവർക്ക് ജീവിതത്തിൽ വേദനകളായിരിക്കും. അവരൊരു നിമിഷം ഇരുന്ന് ചിന്തിച്ചറിയുക അവരുടെ ജീവിതത്തിൽ സക്സസ് വരാത്തത്, അല്ലെങ്കിൽ അവരാ സമയം ക്രിയേറ്റിവിറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെ വ്ളോഗൊക്കെ ചെയ്ത് എത്രയോ പേര് ക്ലിക്കാവുന്ന കാശുണ്ടാക്കുന്നു. ആ വേസ്റ്റ് ഓഫ് ടൈമിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടേതായ ക്രിയേറ്റിവിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ വന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ അവരെ ഒരാൾ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക എന്ന് പറയുന്നവന് അവൻ്റെ ജീവിതത്തിൽ അതേ തന്നെ വരുള്ളൂ. കർമ്മയാണത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, പല കർമ്മം നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. അപ്പം നമ്മൾ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യന് ഒരാളെ കാണുമ്പോൾ, ഇപ്പോൾ പൊന്നീനെ കാണുമ്പോൾ എനിക്ക് ഇപ്പം നെഗറ്റീവ് പറയുമല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമായിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇതെന്താണ് വെറുതെ എങ്കിലും സന്തോഷം നൽകുന്നു, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ? അല്ല, അത് കാര്യം പറഞ്ഞു വെറുതെ പറഞ്ഞല്ലോ. അല്ല, നുണയാണെങ്കിലും അതൊരാൾക്ക് സന്തോഷം കൊടുക്കുന്നതാണ്. അല്ല, ഞാൻ പറയും ഇപ്പോൾ ഇത് സത്യമാണ്. പക്ഷെ നുണയാണെങ്കിലും അല്ല, സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ പറയുക. കാണുമ്പോൾ തന്നെ ഇതെന്താ വണ്ണം വെച്ചു പോയല്ല. ഇപ്പൊ പൊളിറ്റിക്കൽ കറൻസ് കൂടുതലാണ്.